ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയങ്കരൻ ഉസ്താദ് അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ നമ്മോട് സംവദിക്കുകയാണ്. ഹൃദയപൂർവ്വം ഉസ്താദ് അവർകളെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ആ വലിയ സംരംഭത്തെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംരംഭമായിരുന്നു ഒരു പ്രധാനപ്പെട്ട ബിരുദ കോളേജ്. തങ്ങൾ ഇവിടെ അനുസ്മരിച്ചല്ലോ, ജാമിയ നൂരിയ അറബിയ. ആ ജാമിയ നൂരിയ അറബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളെയും അതുപോലെ പൂക്കോയത്തങ്ങളെയും ശംസുൽ ഉലമയെയും സ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. 1962 ഏപ്രിൽ 4 മുഷാവറ തീരുമാനിച്ചു, നല്ല മനോഹരമായ ഒരു വിദ്യാപീഠം ഇവിടെ ഉണ്ടാക്കണം. ബാക്കിയാത്തു സാലിയത്തിലേക്ക് അഡ്മിഷൻ കിട്ടാത്ത ആളുകളുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പോയി മധ്യ ഇന്ത്യയിൽ പോയി ഒക്കെ പഠിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അന്ന് കേരളത്തിൽ ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനമില്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനം വേണം. അതിനുവേണ്ടിയാണ് ജാമിയ നൂരിയക്ക് തീരുമാനമെടുത്തത്. ആദ്യമായി കോളേജ് കമ്മിറ്റി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ ഈ തീയതിയിലെ മുഷാവറ യോഗത്തിൽ വെച്ചുണ്ടാക്കിയ തീരുമാനപ്രകാരമുള്ള കമ്മിറ്റി എന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് പ്രസിഡന്റ് ബാഫക്കി തങ്ങൾ, വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. വൈസ് പ്രസിഡന്റ് പൂക്കോയത്തങ്ങളും പ്രസിഡന്റ് ബാഫക്കി തങ്ങളും ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയും. അങ്ങനെയാണ് ആ സ്ഥാപനം ആരംഭിക്കുന്നത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ എന്ന ജ്ഞാനിയായ മനുഷ്യൻ അതിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളാണ്. ബാഫക്കി തങ്ങൾ പ്രസിഡന്റും പൂക്കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറിയും. അങ്ങനെ ഈ കുടുംബം ഇന്നും നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. എത്രയോ ആളുകൾ ബിരുദധാരികൾ ഈ സദസ്സിൽ ഭൂരിപക്ഷവും പണ്ഡിതന്മാരുണ്ട്, ഉമറാക്കളുണ്ട്. നല്ല നിറഞ്ഞൊരു സദസ്സാണ് നമ്മളിവിടെ കാണുന്നത്. നാട് നിയന്ത്രിക്കുന്ന ഉമറാക്കളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങളും അടങ്ങുന്ന സദസ്സാണ്. ആലിമീങ്ങളിൽ പലരും ബിരുദമെടുത്തത് ഒരു പക്ഷേ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നായിരിക്കും. അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ രണ്ട് മഹത്തുക്കളെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഇതിനെ വളർത്തിയത് പാണക്കാട്ടെ സയ്യിദുമാരാണ്. അതിനുവേണ്ടി ചേർന്ന് നിന്നത് അവരാണ്. പൂക്കോയത്തങ്ങളെയാണ് ബാപ്പു ഹാജി, കറാച്ചി ബാപ്പു ഹാജി ആദ്യമായി സമീപിച്ചത്. നേരെ അദ്ദേഹം പൂക്കോയത്തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് നൂരിഷ എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വത്തിന് അദ്ദേഹം സ്ഥലം കൊടുത്തിരുന്നു സ്ഥാപനം തുടങ്ങാൻ. സ്ഥാപനം ആരംഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ പൂക്കോയത്തങ്ങളോട് വന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ലൊരു സ്ഥാപനമാക്കി കാണണം എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അതിനുവേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടു. ബഹുമാനപ്പെട്ടവർ നേരെ ബാഫക്കിത്തങ്ങളെ ബന്ധപ്പെട്ടു. പൂക്കോയത്തങ്ങൾ ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും ബന്ധപ്പെട്ട് ശംസുൽ ഉലമയോട് കാര്യം പറഞ്ഞ് മഹാനായ ശംസുൽ ഉലമ മുന്നോട്ട് വന്ന് അദ്ദേഹം ഹൈദരാബാദിൽ പോയി. ബഹുമാനപ്പെട്ട നൂരിഷ തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ തിരിച്ച് സമത്തൊക്കെ വേണം. അതുകൊണ്ട് സ്ഥാപനം ഇവിടെ ആരംഭിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ശൈഖുനാ ശംസുൽ ഉലമ ഹൈദരാബാദിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വഴങ്ങി. പാണക്കാട്ടെ പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് അനുകൂലമായി പ്രതികരിച്ചു. പക്ഷെ ഒരു നിബന്ധന അദ്ദേഹം പറഞ്ഞു അത്രേ. ശൈഖുനായുടെ ചരിത്രത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി എന്നെ വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട നൂരിഷ തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് നമ്മുടെ ഹെറിറ്റേജ്, അതാണ് നമ്മുടെ പാരമ്പര്യം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റൊരാളെ പ്രസിഡന്റാക്കാൻ മുസ്ലിം ഉമ്മത്ത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വാചകമാണ്. മഹാനായ ശംസുൽ ഉലമയോട് നൂരിഷ തങ്ങൾ പറഞ്ഞ വാചകമാണത്. ചരിത്രം മറന്നു പോകരുത്. വർത്തമാനത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ചരിത്രത്തെ വിസ്മരിച്ചു പോകരുത്. മാത്രമല്ല 1949 കാര്യവട്ടം സമ്മേളനം, ആ കാര്യവട്ട സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാമില സംഘം ഉണ്ടാക്കി നമ്മുടെ നേതാക്കൾ. അതിന്റെ നാളുവഴികളും ചരിത്രങ്ങളും ഒക്കെ പറയുമ്പോൾ സമയമേറെ നീണ്ടുപോകും. ആമിലയാണ് പിന്നീട് സുന്നി യുവജന സംഘമായി മാറുന്നത്. ആ സുന്നി യുവജന സംഘം എങ്ങനെ ജനകീയമായി, വിദ്യാഭ്യാസ ബോർഡ് എങ്ങനെ ജനകീയമായി എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രണ്ടാമത്തെ കീഴ്ഘടകമായി രൂപപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സാധാരണക്കാരിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിന് യുവാക്കളെ സംഘടിപ്പിക്കുവാനുള്ള ആമില സംഘം, അതുപോലെ തന്നെ സുന്നി യുവജന സംഘം അന്നൊരു നിബന്ധന പോലും അതിൽ എഴുതി വെച്ചിരുന്നു. ഈ ആമില സംഘത്തിലുള്ളവർ പണ്ഡിതന്മാരാകണമെന്നില്ല. ആമില സംഘത്തിലെ ആളുകൾ പണ്ഡിതന്മാരാകണമെന്നില്ല. അത് ഉമറാക്കളെ ഇതിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രപരമായ പണ്ഡിതന്മാരുടെ സമീപനമായിരുന്നു. വളരെ യുക്തിസഹമായ സമീപനമായിരുന്നു. അവർ കാഴ്ചപ്പാടുള്ളതായിരുന്നു.
ദീർഘദിക്കുകളായിരുന്നു അവർ. അങ്ങനെ അവർ അതിനുവേണ്ടി സംഘം രൂപീകരിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണം, ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ 1968 ഓഗസ്റ്റ് 25 സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായി. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ നിബന്ധന വെച്ചു, CH ഹൈദ്രോസ് മുസ്ലിയാർ അതിന്റെ ഓർഗനൈസർ ആകണം. ഹൈദ്രോസ് മുസ്ലിയാർ അതിന്റെ ഓർഗനൈസർ സ്ഥാനത്തിന് വേണ്ടി ദർസ് നിർത്തി. പൂക്കോയ തങ്ങളെ സഹായിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി. ഹൈദ്രോസ് മുസ്ലിയാർ പലപ്പോഴും സുന്നി യുവജന സംഘത്തിന്റെ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കേട്ടനുഭവിച്ചതാണ്. മഹാൻ പറഞ്ഞു, ഒരു പ്രദേശത്ത് സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റ് ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ കൊണ്ടുപോകും. വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ ഉണ്ടാക്കാൻ കൊണ്ടുപോയതുപോലെ അങ്ങനെ അവിടെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ തടിച്ചുകൂടും. അവിടെ സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റ് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനകീയ സംരംഭങ്ങൾക്ക് ഊടും പാവും പകർന്ന പ്രതിഭാസമ്പന്നനായ അള്ളാഹു തന്ന വരദാനമായിരുന്നു മാനക്കട്ട പൂക്കോയ തങ്ങൾ. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ സമൂഹം പഠിക്കേണ്ട പ്രധാനപ്പെട്ട, വളർന്ന തലമുറ പഠിക്കേണ്ട പാഠമാണ്. ആ തലമുറക്കാണ് ഈ പൈതൃകം പകർന്നു കൊടുക്കുന്നത് നമ്മൾ. അതുപോലെ തന്നെ CH ഹൈദ്രോസ് മുസ്ലിയാർ അതിനു വേണ്ടി തന്റെ ജോലി രാജിവെച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിർത്തിവെച്ചു ദർസ് വളരെ പ്രധാനമാണ്. പക്ഷേ പൂക്കോയ തങ്ങളുടെ സേവനത്തോടുകൂടി ഗ്രാമതലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ യുവതയെ കെട്ടിപ്പടുക്കാൻ അവസരമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഏറെ തിരക്കുള്ള പൂക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങി ഗ്രാമത്തിലേക്ക് വരുമ്പോ ഞാൻ ദർസ് നിർത്തിവെച്ചു. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടിയായിരുന്നു. ഈ രണ്ട് സംഘടനകൾ ജനകീയമാക്കി. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിലെ ചരിത്ര പുസ്തകത്തിന്റെ താളുകളൊന്ന് മറിച്ചു നോക്കണം നിങ്ങൾ. ചരിത്രം വലിയ ഗുരുനാഥനാണ്. ഈ പരിഗണന ബഹുമാനപ്പെട്ട പാണക്കാട്ട് PMS പൂക്കോയ തങ്ങൾക്ക് അക്കാലഘട്ടത്തിലെ സമസ്തയുടെ ആലിമീങ്ങൾ എത്രത്തോളം കൊടുത്തു എന്ന് നോക്കൂ നിങ്ങൾ. 1959 ജനുവരി മാസം 29 മുതൽ 30 വരെ വിദ്യാഭ്യാസ ബോർഡിന്റെ 1ാമത്തെ വാർഷികം വടകരയിൽ വെച്ച് നടക്കുന്നു. ആ 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ 1ാമത്തെ ദിവസം അവർ വിളിച്ചു കൊണ്ടുപോയത് മഹാനായ പാണക്കാട്ട പൂക്കോയ തങ്ങളെയാണ്. എത്ര വലിയ വലിയ പണ്ഡിതന്മാരെന്ന് ജീവിച്ചിരിപ്പുണ്ട്, എത്ര വലിയ മഹാരഥന്മാരെന്ന് സമസ്തയുടെ അമരത്തുണ്ട്. അവരൊക്കെ ഉണ്ടായിട്ടും അതിന്റെ ഉദ്ഘാടനത്തിന് പാണക്കാട്ട് വന്ന ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തെക്കാൾ എത്രയോ ഉന്നതരായ മഹാപണ്ഡിതന്മാർ അവിടെ ഉണ്ട്. പക്ഷേ തങ്ങൾ ചെയ്ത സേവനത്തിന് നല്ല വിവേകമുള്ള പണ്ഡിതന്മാർ നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത്. അത് കഴിഞ്ഞാൽ 1961 വരുന്നു. ഫെബ്രുവരി 21 മുതൽ സമ്മേളനം നടക്കുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 2ാം സമ്മേളനവും. അതിനോട് യോജിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ വലിയൊരു സംരംഭവും സമ്മേളനവുമാക്കിയത് മാറ്റുകയാണ്. അങ്ങനെ 1961 ഫെബ്രുവരി മാസം 21 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം. ആ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനായി ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെയാണ് വെച്ചത്. കക്കാട്ട് വെച്ചാണ് നടക്കുന്നത് സമസ്തയുടെ സമ്മേളനവും വിദ്യാഭ്യാസ ബോർഡിന്റെ സമ്മേളനവും. ആ കക്കാട് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ എത്രയോ ആലിമീങ്ങൾ ഇവിടെയുണ്ട്, എത്രയോ മഹത്തുക്കൾ ഇവിടെയുണ്ട്. പൂക്കോയ തങ്ങളെ ചെയർമാനാക്കി വെച്ചു. അത് അദ്ദേഹത്തോട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ നന്ദി സൂചകമായ പ്രകടനമായിരുന്നു. അതും കഴിഞ്ഞാൽ 1961 അൽബയാനിൽ ഈ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്, ചരിത്ര രേഖയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്, വാചാടോപ്പമല്ല. കൃത്യമായി ചരിത്രം പഠിച്ചാൽ കാണുവാൻ കഴിയും. 1965 സമസ്ത വലിയൊരു നിർണായകമായ പ്രതിസന്ധിയിൽപ്പെട്ടു. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനമെടുത്തപ്പോൾ പ്രോജ്വലരായ പല പണ്ഡിതന്മാർ, അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാർ, ഞാനവരുടെ പേരുകൾ ഉദ്ധരിക്കുന്നില്ല, ഒരു ന്യൂനതയും പറയാനില്ലാത്ത മഹാപണ്ഡിതന്മാർ വേറിട്ട് സംഘടിച്ചു. അവരൊരു സംഘടന രൂപം കൊടുത്തു. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് അതിന്റെ പേര്. അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അണിനിരന്ന നേതാക്കൾ ഇന്നത്തെ പോലെയൊന്നുമല്ല. അവരോട് ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത വിധം പരിശുദ്ധരും വലിയ ആലിമീങ്ങളുമാണ് അവർ. എന്നാൽ അവർ സമസ്തയുടെ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് പുതിയൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിസന്ധിയിലായി. കാരണം വലിയ പണ്ഡിതന്മാരായതുകൊണ്ട് അവർക്ക് ജനാംഗീകാരം ഉണ്ടാകും. ആ പ്രതിസന്ധിയിൽ നിന്നും സമസ്തയെ കരകയറ്റിയത് പാണക്കാട്ട പൂക്കോയ തങ്ങളാണ്. 1966 ഏപ്രിൽ 3 കുറ്റിച്ചിറയിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ച് പൂക്കോയ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, അഖില അകലെ, നമുക്ക് അഖിലയും വേണ്ട കൊകിലയും വേണ്ട സമത്വ മതി. ആ ഒറ്റ വാക്ക് പാണക്കാട്ട് തങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇനി ആ സംഘടന വേണ്ട. ഇരുത്തം വന്ന മഹാപണ്ഡിതന്മാർ അത് ഒഴിവാക്കി. അവരന്വേഷിച്ചു, ഇതിനെക്കുറിച്ച് ഉത്തരേന്ത്യയിൽ പോയി പുസ്തകങ്ങൾ പഠിച്ചു. വസ്തുതയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. സമസ്തയുടെ തീരുമാനത്തിനൊപ്പം അവർ നിൽക്കാൻ കാരണം, ആ സംഘടന പച്ച പിടിക്കാതിരിക്കാൻ കാരണം പൂക്കോയ തങ്ങളുടെ ഗൗരവമുള്ള ഒരൊറ്റ വാക്കായിരുന്നു. ആ പൂക്കോയ തങ്ങളോട് ഇതേ നന്ദി സമസ്ത തുടർന്നുകൊണ്ടിരുന്നു. ചേളാരിയിലാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആസ്ഥാനം. അതാണ് സമസ്തയുടെ കരുത്ത്. ആ ആസ്ഥാന മന്ദിരം 1970 ഡിസംബർ 20 ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു സംഗതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് ഉദ്ഘാടനവും മറ്റൊന്ന് അധ്യക്ഷനുമാണ്. ആൾക്കാർ അറിഞ്ഞുകൂടാത്തത്,
ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പാണക്കാട്ടെ പൂക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഇമാം ബാഫക്കി തങ്ങൾ. പ്രഭാഷകർ എന്ന കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു. ആരാണ് പ്രഭാഷകർ എന്ന കൂട്ടത്തിൽ 1-ാം നമ്പർ എഴുതിയിരിക്കുന്നത്? ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതനെ. ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അധ്യക്ഷൻ ബാഫക്കി തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം. മാത്രമല്ല ആരാ പ്രഭാഷകർ? ശംസുൽ ഉലമക്കൊപ്പമുള്ള പ്രഭാഷകൻ CH മുഹമ്മദ് കോയ സാഹിബ്. അങ്ങനെ തന്നെ നോട്ടീസ് ഇപ്പോഴുമുണ്ട്. നോക്ക് നിങ്ങൾ, രേഖകൾ പരിശോധിക്കൂ. അന്നത്തെ പഞ്ചായത്ത് മന്ത്രി ഔക്കാദർ കുട്ടി നഹ സാഹിബ് ആദർശപരമായി സമത്വക്കാരനല്ല, പക്ഷെ സമത്വയുടെ ആലിമീങ്ങൾ ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തെ വിളിച്ചു. അന്ന് അദ്ദേഹത്തെ വിളിച്ചു എന്ന് മാത്രമല്ല, KV ഉസ്താദ് ഉണ്ട്, വാണിയമ്പലം അബ്ദുൽ ഇമാം മുസ്ലിയാറിന്റെ മഹാപണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ നെടുന്തൂണുകളായി 2 പണ്ഡിതന്മാർക്കൊപ്പം ഇവരൊക്കെ പ്രസംഗിച്ചു. രേഖ നോക്കൂ നിങ്ങൾ. ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? അതേ സമയത്ത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, അന്ന് ആ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട PM കമ്മുഹാജിയാണ് ഇതിന്റെ ചെയർമാൻ. ഉമറാക്കൾക്ക് കൊടുക്കുന്ന പരിഗണന ചെയർമാൻ PM കമ്മുഹാജി. അതുപോലെ തന്നെ സ്വാഗത സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി, അന്ന് സെക്രട്ടറി എന്നാണ് കൺവീനർ എന്നല്ല പറയുന്നത്, നോട്ടീസിൽ അങ്ങനെയാണ്, മാന്നാർ അബ്ദുൽ ഖാദർ ഹാജി. നിങ്ങൾ നോക്കൂ, നമ്മൾ വളരെ ഇന്നിപ്പോ ആ രീതിയിലുള്ള ഒരു മന്ത്രിയെ പങ്കെടുക്കുമ്പോൾ വിദ്യാർത്ഥികാരെ പങ്കെടുപ്പിച്ചു എന്നുള്ള കുഴപ്പമുണ്ടായി. നിരീശ്വരത്വത്തിലേക്ക് പോകുന്നവരെ പങ്കെടുപ്പിച്ചാലും കുഴപ്പമില്ലാതായി. ആ മാറ്റത്തെയാണ് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹം കൃത്യമായി മനസ്സിലാക്കണം. അതിനൊന്നും സമത്വയുടെ തലമുറുന്ന പല നേതാക്കളും പച്ചക്കൊടി വീശിട്ടുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ സമൂഹത്തെ 1973 വളരെ വ്യക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സുന്നി യുവജന സംഘത്തെ പോലെ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു. ആ വലിയ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുമ്പോൾ ആ വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു. 1973 നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സലീമയോട് സൂചിപ്പിച്ചു, ജാമിഅ നൂരിയ അറബി കോളേജിൽ വെച്ചുകൊണ്ട് അത് രൂപീകരിക്കുമ്പോൾ അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ടവരായിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്ന് സമത്വയുടെ ചരിത്രം പഠിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, അതിന്റെ വിദ്യാർത്ഥി സംഘടന വരെയുള്ള പ്രവർത്തനങ്ങളിൽ എന്നും അതിന്റെ കൂടെ നിന്നവരാണ് സമത്വയുടെ ആലിമീങ്ങൾക്കൊപ്പം പാണക്കാട് കുടുംബം. അതുപോലെ നോക്കൂ, 972 തിരുനാവായ സമ്മേളനം 972 ആ തിരുനാവായ സമ്മേളനത്തോടൊപ്പമാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ജാമിഅ നൂരിയയുടെ സമ്മേളനം. ജാമിഅ നൂരിയയുടെ 9ാം സമ്മേളനവും വിദ്യാഭ്യാസ ബോർഡിന്റെ തിരുനാവായ സമത്വയുടെ സമ്മേളനവും 972 ഒരുമിച്ച് സംഘടിപ്പിച്ചു. ജാമിയയുടെ സമ്മേളനവും സമത്വയുടെ വാർഷികവും ഒരുമിച്ച് സംഘടിപ്പിച്ചു. ആ സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ സ്വാഗത സംഘം ചെയർമാൻ പാണക്കാട്ടെ പൂക്കോയ തങ്ങളായിരുന്നു. സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തത് സയ്യിദ് ബാഫക്കി തങ്ങളായിരുന്നു. ബാഫക്കി തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം പോലുമായിരുന്നു. അത്ര വലിയൊരു പ്രസംഗം പിന്നെ ബാഫക്കി തങ്ങൾ സമൂഹത്തോട് ചെയ്തിട്ടില്ല. പരിശുദ്ധ ഹറമിൽ പോയി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ മഹാന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ നോക്കൂ, അങ്ങനെയാണ് നമ്മുടെ നേതാക്കളൊക്കെ. 93 സമ്മേളനം ഓർമ്മയുണ്ടോ? ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് 94 CH ഹൈദ്രോസ് മുസ്ലിയാർ ഇവിടെ വാങ്ങിയത്. വലിയ സമ്മേളനത്തിൽ ജനങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് നിർഭരമായ പ്രസംഗം ചെയ്തിട്ട് 70ാം വാർഷികം നടക്കുമ്പോൾ ശംസുൽ ഉലമ വന്ന് വിടവാങ്ങൽ പ്രസംഗം നടത്തി. 96 അദ്ദേഹം നമ്മോട് വിട്ടു പിരിഞ്ഞു പോയി. മാനമുസ്ലിയാർ 2009 ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. അദ്ദേഹം വിടവാങ്ങി. വലിയ സമ്മേളനങ്ങളിൽ തന്റെ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പടച്ചറബിലേക്ക് മടങ്ങിയവർ, സമത്വക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവർക്ക് പടച്ചറബ് കൊടുക്കുന്ന നേട്ടമാണത്. ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാരുടെ കൂട്ടുകാരനും ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർക്കൊപ്പം ദർസിൽ ഓതി പഠിച്ച മച്ചിങ്ങലത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാരെ ദർസിൽ പഠിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ. ആ ബന്ധം എപ്പോഴും അവർ കാത്തു സൂക്ഷിച്ചു. പാണക്കാടും ചാപ്പനങ്ങാടിയും തമ്മിൽ അത്ര അടുത്ത ബന്ധമായിരുന്നു. ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയുടെ സ്മരണിക നിങ്ങളൊന്ന് വായിച്ചു നോക്കും. കുഞ്ഞാപ്പു ഹാജിയുടെ അനുഭവം, കുഞ്ഞാപ്പു ഹാജി ജീവിച്ചിരിക്കുന്ന കാലത്ത് കേട്ട് പഠിച്ചത് അദ്ദേഹത്തിന്റെ സ്മരണികയിലുണ്ട്. ദാർഹുദയിലെ കുട്ടികൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ വീട്, ആ വീട്ടിലെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയും CH ഹൈദ്രോസ് മുസ്ലിയാരും ഒരു സംഘവും ചെന്നിരിക്കുന്നു. അവർ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ പറഞ്ഞു, ഹൈദ്രോസ് മുസ്ലിയാരെ നിങ്ങളൊന്ന് പാണക്കാട്ടേക്ക് പോകണം. ഞാൻ ഈ പറയുന്നത് ഇപ്പടി ഇതുപോലെ ആ സ്മരണികയിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഹൈദ്രോസ് മുസ്ലിയാരോട് നേരെ പോകാൻ പറഞ്ഞു. അദ്ദേഹം വേഗം പുറപ്പെട്ടു. ഹൈദ്രോസ് മുസ്ലിയാർ പാണക്കാട്ടേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോഴും ചാപ്പനങ്ങാടി ഉസ്താദ് എഴുന്നേറ്റു. അദ്ദേഹം വസ്ത്രമൊക്കെ ധരിച്ചു വന്ന് നമുക്കും പോകാം. കുഞ്ഞാപ്പു ഹാജിയുടെ കാറിൽ പുറപ്പെട്ട് വഴിയിൽ വെച്ച് ഒരു ചായ കുടിക്കാൻ വേണ്ടി കാർ സൈഡാക്കാൻ പറഞ്ഞു. ചായ കുടിക്കാൻ കാർ സൈഡാക്കാൻ പറഞ്ഞപ്പോൾ ചായ കൊണ്ടുവന്നു കാറിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചായ കൊണ്ടുവരുന്നതിനിടയ്ക്ക് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കുഞ്ഞാപ്പു ഹാജിയോട് പറഞ്ഞു അത്രേ, ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയോട് പറഞ്ഞു അത്രേ, കുഞ്ഞാപ്പു നമ്മളെ മുതൽ ഇന്ന് പോകൂട്ടോ, അത്രേ പറഞ്ഞുള്ളൂ.
നേരെ അവർ പാണക്കാട്ട് വന്നപ്പോൾ പൂക്കോയത്തങ്ങൾ മരണപ്പെട്ട് കിടക്കുന്നു. വസ്ത്രം മാറുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ. അതിനുവേണ്ടി CH ഹൈദ്രോസ് മുസ്ലിയാർ അങ്ങോട്ട് അയച്ചു. ആ CH ഹൈദ്രോസ് മുസ്ലിയാർ അങ്ങോട്ട് അയച്ച ആ ജ്ഞാനിയായ പണ്ഡിതൻ അദ്ദേഹമാണ് കോഴിക്കോട്ട് വെച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തങ്ങൾ നഴിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യോഗത്തിൽ മഹാനവർകൾ പ്രാർത്ഥന നടത്തിയ പാരമ്പര്യമുണ്ട്. അതൊരു പാരമ്പര്യമാണ്. അത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന പാരമ്പര്യത്തെ അംഗീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയില്ല എന്ന് പറയാൻ ഈ സമൂഹത്തിന് മനസാക്ഷി ഉണ്ടെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ചേർത്ത് പിടിക്കലാണ് സമത്വയുടെ മാർഗം. ചേർത്ത് പിടിക്കലാണ് നമ്മുടെ ഉമറിന്റെ മാർഗം. ആ മാർഗത്തിലേക്കാണ് സമത്തെ ശക്തിപ്പെടുത്തിയേ പറ്റൂ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ചമ്മുക്കൻ കുഞ്ഞാപ്പിയുടെ സ്മരണയിൽ സൂചിപ്പിച്ച ഈ കാര്യം ചാപ്പനങ്ങാട് ഉസ്താദിന്റെ മഹത്വത്തെയാണ് എടുത്തു കാണിക്കുന്നത്. അതിലുപരി പൂക്കോയത്തങ്ങളുമായുള്ള ആത്മബന്ധത്തെയാണ് കാണിക്കുന്നത്. അവിടെ ചെല്ലാനായിരിക്കുന്നു, അതിന്റെ മുമ്പ് ഒരു ദൂതനെ അയക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ബഹുമാനപ്പെട്ടവർ തീരുമാനിക്കുകയാണ്. അവിടുത്തെ സന്തതികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരെ മുഴുവൻ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടക നേതാക്കളാണ്. 974 ഏപ്രിലിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ പൊതുപ്രവർത്തനം കൈറോയിൽ നിന്ന് വന്ന ശേഷം ആരംഭിക്കുന്നത് ആദ്യമായി മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിട്ടാണ്. 974 ഏപ്രിൽ 4 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആദ്യമായി മലപ്പുറം ജില്ലാ SYS-ന്റെ പ്രസിഡന്റായി. അദ്ദേഹം അതിനുമുമ്പ് കൈറോയിൽ പഠിക്കുകയായിരുന്നു. അങ്ങനെ 975-ലാണ് പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പോലും തലപ്പത്ത് വരുന്നത്, സംസ്ഥാന പ്രസിഡന്റായി വരുന്നത്. 1958 മുതൽ 1966 വരെ അദ്ദേഹം കൈറോയിലാണ്, നിരന്തരമായ പഠനത്തിലായിരുന്നു. 1989-ൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണെങ്കിലും ആവർത്തിക്കുകയല്ല, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മഹത്തായ പ്രസ്ഥാനം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോ, വിദ്യാർത്ഥി സംഘടന പുനഃസംഘടിപ്പിച്ചപ്പോ 1989-ൽ നമ്മൾ SKSS രൂപീകരിച്ചപ്പോ 2 വർഷം പ്രതിസന്ധിയായിരുന്നു. ആ 2 വർഷത്തെ പ്രതിസന്ധി അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. നമ്മുടെ കൂടെ നിന്ന് അനുഭവിച്ചവരുണ്ട്. 1989 രൂപീകരിച്ച് 91-ൽ ഈ ഇരിക്കുന്ന സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ 2004 വരെ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു. ആ കാലഘട്ടത്തിലാണ് നേരത്തെ പൂക്കോയത്തങ്ങൾ SYS-നെ വിദ്യാഭ്യാസ ബോർഡിനെ ജനകീയവൽക്കരിച്ചതുപോലെ ജനകീയവൽക്കരിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയാക്കി മാറ്റിയത്. ആ ജനകീയവൽക്കരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് ഇരിക്കുന്നത്. ഇരുത്തി പുകഴ്ത്തുകയല്ല, ചരിത്രത്തിന്റെ വസ്തുതകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയത്ത് ബോധ്യപ്പെടുത്തുക മാത്രമാണ്. അത് നമ്മുടെ കടമയാണെന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് 2004 മുതൽ 2015 വരെ ഈ അധ്യക്ഷനായിരുന്നു സയ്യിദ് ബഹുമാനപ്പെട്ട നമുക്കിതിന് നേതൃത്വം കൊടുക്കുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഇതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. കൃത്യമായി പഠിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ആ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നും അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ കുടുംബത്തിലെ കണ്ണി തന്നെയാണ്. സുന്നി മാലിന്യ ഫെഡറേഷൻ വഹിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഇപ്പുറത്തിരിപ്പുണ്ട്. ഓരോരുത്തരും അതിന്റെ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ കേന്ദ്രമായ സുന്നി മഹൽ വെളിപ്പാടകലെ, ആ സുന്നി മഹൽ എന്ന് പറയുന്ന ആ സ്ഥലം, അത് അവിടെ ബിൽഡിംഗ് രൂപപ്പെടുന്നതിന് മുമ്പ് ആ സ്ഥലം രൂപപ്പെട്ടത് 983-ൽ മലപ്പുറം ജില്ലാ സമത്വയുടെ സമ്മേളനാനന്തരമാണ്. ആ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് അതിന്റെ ബാക്കി പണം കൊണ്ട് സ്ഥലം വാങ്ങി. ഈ സ്ഥലം എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണം, ആരൊക്കെ അതിൽ കൂട്ടണം എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രമുഖ സംഘം PP മുഹമ്മദ് വൈസി പോലും എഴുതിയിട്ടുണ്ട്. ഹൈദ്രോസ് മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്. ഹൈദ്രോസ് മുസ്ലിയാർ കോട്ടുമല സ്മരണികയിൽ, കോട്ടുമല ഉസ്താദിന്റെ സ്മരണികയിൽ നബറല്ലാഹു മർക്കദഹുമാ, ആ 2 മഹത്തുക്കൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ 2 പേരും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ സ്മരണികയിൽ ഹൈദ്രോസ് മുസ്ലിയാർ എഴുതി. കോട്ടുമല ഉസ്താദിന്റെ അടുത്ത് എന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കോട്ടുമല ഉസ്താദ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പാണക്കാട്ടെ തങ്ങന്മാരില്ലാത്ത സമത്വയുമില്ല, സുന്നിയുമില്ല, അവിടെ ചെയ്താൽ മതി. ഹൈദ്രോസ് മുസ്ലിയാർ എഴുതിയതാ. ആ ഹൈദ്രോസ് മുസ്ലിയാരെ പാരമ്പര്യത്തിന് പുറത്തേക്കൊന്നും പോകാൻ പറ്റൂല. ആ പാരമ്പര്യം സമൂഹത്തിനെ പഠിപ്പിച്ചത് അവരാണ്. ആ സമത്വക്കൊപ്പം ഈ ഉമ്മത്ത് നിൽക്കുന്നു, നമ്മളും നിൽക്കുന്നു. അതിനെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. 85-ാം വാർഷികം നമ്മുടെ മഹത്തായ കൂരിയാട്ടം നടക്കി 85-ാം വാർഷികം വേങ്ങരയിൽ. അവിടെ ഒരു അത്ഭുതകരമായ സംഭവം നമ്മളൊക്കെ നേരിട്ട് കണ്ടതാ. അതിനെ അനുഭവിച്ച ആളുകൾ സീമുകുട്ടി സഖാഫിന്റെ നേരെ മുമ്പിലുണ്ട്. അവരാണ് അന്ന് അവിടെ പ്രത്യേകമായി ഒരു മനോഹരമായ എക്സിബിഷൻ മജ്മഅന്റെ കീഴിൽ സംഘടിപ്പിച്ച അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മനോഹരമായ പവലിയനിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വന്നു. ഓരോന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ 2 മെതിയടികൾ ഉണ്ടായിരുന്നു, പാദരക്ഷ, മരത്തിന്റെ പഴയ മെതിയടി. കാരണവന്മാർക്കറിയും, ന്യൂ ജനറേഷൻ അറിയില്ല. ചരിത്രം അറിയാത്തതാണ് ന്യൂ ജനറേഷന്റെ കുഴപ്പവും. അതുകൊണ്ട് തന്നെ ആ മെതിയടി കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവരെ നോക്കി. ഉടനെ തന്നെ കുട്ടികൾ പറഞ്ഞു കൊടുത്തു, ഇത് കോട്ടുമല ഉസ്താദിന്റെ മെതിയടിയാണ്. കോട്ടുമല ഉസ്താദിന്റെ മെതിയടി എന്ന് കേട്ടപ്പോൾ അത് 2 എടുത്തിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് കണ്ണു നിറച്ച ഹൈദർ അലി ശിഹാബ് തങ്ങൾ അതിന്റെ കണ്ണു നിറഞ്ഞു പോയി. തന്റെ ഉസ്താദ് പാദത്തിൽ ധരിച്ചിരുന്ന ആ മെതിയടി അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണു നിറച്ചു.
നോക്കണം, അദ്ദേഹത്തിന്റെ ഹൈദരലി ശിഹാബ് തങ്ങൾ ആണ്ടുദിനവും കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ഈ ഉമ്മത്തിന് വേണ്ടി സേവനങ്ങൾ കബൂൽ ചെയ്തുകൊണ്ട് ഉന്നതമായ ദറജ കൊടുക്കണേ തമ്പുരാനെ. നിങ്ങൾ ഓർക്കണം, അദ്ദേഹം അതൊരു ബന്ധമാണ്. അദ്ദേഹത്തിന്റെ ഗുരുശിഷ്യ ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ ശംസുൽ ഉലമ വീട്ടിൽ വന്നു. സ്മരണയിലുണ്ട്, വായിക്കണം, പഠിക്കണം, പഴയത് പഠിക്കുമ്പോഴേ നമുക്ക് ബോധ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മളൊക്കെ വളരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ വീട്ടിൽ വന്നു. പാണക്കാട്ടെ തങ്ങളെ കാണാൻ വേണ്ടി വന്ന ഒപ്പുണ്ട്, പൂക്കോയ തങ്ങളുണ്ട്. അവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളോട് ബഹുമാനപ്പെട്ട മകൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഈക്കെ വന്നിട്ടുണ്ട്. പൂക്കോയ തങ്ങൾ ദേഷ്യം പിടിച്ചു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഷെയ്ഖുന വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉസ്താദ് വന്നിട്ടുണ്ടെന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ പറയാൻ പാടില്ല. ആ ഒരു ബന്ധം, ആ ബോധമാണ് ഈ മെദീനയെ നെഞ്ചോട് ചേർക്കുവാൻ അദ്ദേഹത്തിന് കൊടുത്തത്. ആ തെർബിയത്താണ് ഈ മക്കൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഒരു ബാപ്പയുടെ മുഴുവൻ മക്കളും ഈ തെർബിയത്തിന്റെ മനോഹാരിത കണ്ടുകൊണ്ട് വളർന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അത്ഭുതകരമായ കാര്യം എന്താണ്? അതൊരു ഗുരുസ്നേഹമാണ്. ആ ഹൈദരലി ശിഹാബ് തങ്ങൾ 1979 SSFന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അദ്ദേഹം രാജിവെച്ചിറങ്ങിപ്പോന്നു. അതിന്റെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല, മതപ്രവർത്തകർക്ക് ആ ഒരു ചിന്തയിലേക്ക് സമൂഹത്തെ ഇനിയും കൊണ്ടുപോവുകയാണോ? ഹൈദരലി ശിഹാബ് തങ്ങൾ രാജിവെച്ച ആ ഒരു ചിന്തയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നത് ഒരിക്കലും സമൂഹത്തിന് ഗുണകരമല്ലെന്ന് പറയാൻ കാരണം, കാലിക സാഹചര്യങ്ങളോട് സംവദിക്കാൻ പണ്ഡിതന്മാർക്ക് സാധിക്കണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. 2 പ്രതിസന്ധികളിൽ ഈ ഉമ്മത്തിനെ പൂക്കോയത്തങ്ങൾ രക്ഷിച്ചില്ലേ? 1965 പ്രധാനപ്പെട്ട പ്രതിസന്ധിയായ അഖില എന്ന പ്രതിസന്ധിയും, അതുപോലെ തന്നെ 1989 എറണാകുളത്തൊരു സമ്മേളനം നടക്കുമ്പോൾ എന്തായിരുന്നു പൂക്കോയത്തങ്ങളുടെ പുത്രൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ച നടപടി? ഞാനിപ്പോ ആവർത്തിക്കണ്ടല്ലോ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന തങ്ങൾ ഒരു തീരുമാനമെടുത്തപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത്? അതല്ലേ നമുക്കിവിടെ നേട്ടമുണ്ടാക്കി തന്നുകൊണ്ട് ഈ സംഘടനയെ നേരായി കൊണ്ടുപോകാൻ സാധിച്ചത്? ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല ഞാൻ, കാരണം ഇപ്പോൾ ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ മാറി. എങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമാണ്. മഞ്ചേരിയിൽ ഇലക്ഷൻ നടന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. മഞ്ചേരിയിൽ ഇലക്ഷൻ നടക്കുന്നത് ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് മരണപ്പെട്ടപ്പോഴാണ്. CH മുഹമ്മദ് കോയ സാഹിബ് മരണപ്പെട്ടപ്പോൾ ബൈ ഇലക്ഷന്റെ സ്ഥാനാർത്ഥി ആരാ? ബഹുമാനപ്പെട്ട കുരിക്കൽ. അവിടെ കുഞ്ഞിപ്പൂ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ഹാഖ് കുരിക്കൽ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി അടരാടുന്ന ഇസ്ഹാഖ് കുരിക്കൽ മത്സര രംഗത്ത് വന്നപ്പോ സുന്നികളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് MDP എന്നൊരു സംഘടനയുടെ സ്ഥാനാർത്ഥി വന്നു. മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി. അത് സുന്നികളുടെ സംഘടനയാണ്, അത് സമത്വയുടെ സംഘടനയാണ് എന്നിവരെ പ്രചരണം നടന്നു. ആ സന്ദർഭത്തിൽ മഞ്ചേരിയിലെ പൗരപ്രമുഖർ, ഈ പ്രദേശത്ത് ആർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും പാണക്കാട് പോകുന്നത് പോലെ പോകുന്ന ഒന്നാണ് ബഹുമാനപ്പെട്ട കോട്ടമർ ഉസ്താദിന്റെ വീട്. മഹാനായ കോട്ടമർ ഉസ്താദിന്റെ വീട്ടിൽ ചെന്നു. കോട്ടമർ ഉസ്താദ് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ കൂടിയാലോചിച്ചു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, അങ്ങനെ തന്നെ പറയട്ടെ, നടന്ന കാര്യം അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാമല്ലോ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമ്മേളനം, പണ്ഡിത സമ്മേളനം മഞ്ചേരിയിൽ വെച്ചു. സഭാ ഹാളിന്റെ പുറകിൽ നമ്മളൊക്കെ പങ്കെടുത്ത സമ്മേളനമാണെന്ന് നിങ്ങൾക്കറിയാം. 1984 മെയ് മാസം 9-ാം തീയതി ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വന്നു. അതുപോലെ തന്നെ KV ഉസ്താദ് വന്നു, KT മാനു മുസ്ലിയാർ വന്നു, CH ഹൈദ്രോസ് മുസ്ലിയാർ വന്നു, KK ഉസ്താദ് വന്നു. അങ്ങനെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവൻ വന്നു. കോട്ടമർ ഉസ്താദൊക്കെ നേതൃത്വം കൊടുത്തു. അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ സംഘടന സമത്വയുടേതല്ല, അങ്ങനെ സമത്വക്ക് ഒരു തീരുമാനമില്ല എന്ന് വളരെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചപ്പോൾ സമത്വക്ക് എന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം? അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമുള്ളൊരു സംസ്കാരമുണ്ട്. അതുകൊണ്ട് സമത്വ രാഷ്ട്രീയ പാർട്ടിയായി എന്നോ രാഷ്ട്രീയ പാർട്ടി മുഴുവൻ സമത്വയായി എന്നോ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ തീർത്ത് പറയുന്നു, മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിന്റേതാണ്. ഞാൻ തീർത്ത് പറയുന്നു, മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. സമസ്തയോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിന്റേതാണ്. അങ്ങനെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ പിൽക്കാലത്തുണ്ടായതാണ്. സമത്വയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഷണ്ഡീകരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന അവസ്ഥക്ക് അപകടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോരെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.